ദിവസം പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ 2-3 കാര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തങ്ങളുടെ വിദ്യാലയത്തിലേക്ക് തിരിച്ചു തന്ന് അവിടുത്തെ ഒരു ആംബിയൻസ് ഒന്നുകൂടി അനുഭവിക്കാൻ ധാരാളം മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഗ്രഹാതുരത്വം എന്നാണ് വിളിക്കുന്നത്. നമുക്ക് വളരെ പോപ്പുലറായൊരു പാട്ടുണ്ടല്ലോ, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമറ്റത്തെത്തുവാൻ മോഹം. ആ പാട്ടിൻ്റെ പോപ്പുലാരിറ്റി തന്നെ ഈ വികാരത്തെ ആണ് കാണിക്കുന്നത്. നമ്മുടെ മീഡിയ ഇതിനെ ഒത്തിരിയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ ന്യൂസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഫോട്ടോയും ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ വനിതാ മാഗസിനിലെ 2 കളർ പേജാണ് ഇപ്രാവശ്യത്തെ ഈ ഫോട്ടോകൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിൽ 3-4 വർഷമായിട്ട് ചോക്കുപൊടി എന്ന് പറയുന്ന ഒരു പങ്ക്തിയുണ്ട്. അധ്യാപകർ അവരുടെ കുട്ടികളുടെ കുറിച്ചിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളാണ് അതിനകത്ത്, കരൾ അലിയിപ്പിക്കുന്ന കുറിപ്പുകളാണ് നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റുന്നത്. അതുപോലെ തിരിച്ച് കുട്ടികൾ അധ്യാപകരെ കുറിച്ചിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ മധുരച്ചൂരൽ എന്ന പേരിൽ മാതൃഭൂമിയിൽ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ നൊസ്റ്റാൾജിയ വളരെ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും പറയുന്നുണ്ട്, ഈ നൊസ്റ്റാൾജിയ ഒരു ദിവാസ്വപ്നമായി നിർത്താതെ നമ്മൾ ഈ അലുമിനി അസോസിയേഷനിൽ അംഗമായി നമുക്ക് ഈ സ്കൂളുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം. രാജർഷി അലുമിനി ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ വളരെ ചിട്ടയായി പ്രവർത്തിച്ചു വരുന്നു. നമുക്കറിയാം, ഇവിടെ നേരത്തെ പറഞ്ഞതാണ്, രാജാസ് അലുമിനി അസോസിയേഷൻ്റെ ബാനറിൽ നമ്മൾ ഈ ഓഡിറ്റോറിയം നവീകരിച്ച് അത് മൺമറഞ്ഞു പോയ പ്രഗത്ഭരായ നമ്മുടെ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ പേരിൽ സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുമഹിമ എന്ന് പേരിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ വിളിക്കുന്നത്. വന്ദനയായ നമ്മുടെ ഇടയനാൾ കോറപ്പിസ്കോപ്പ അച്ഛനാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അച്ഛനാണ്. അതുകൊണ്ട് ഈ പ്രോജക്റ്റും ഫലം കായ്ക്കുന്നതിൽ എനിക്ക് അതിൽ സംശയവുമില്ല. ഈ സ്കൂൾ സ്ഥാപിച്ച ഹെഡ് മാസ്റ്ററും മാനേജറുമായിരുന്ന ശ്രീ KP എബ്രഹാം കാടായത്തിൻ്റെ പേരിലും, പിന്നീട് വന്ന ശ്രീ MV മത്തായി മറ്റപ്പള്ളി ഹെഡ് മാസ്റ്റർ, അദ്ദേഹം ഒരു സന്യാസിയായി ജീവിച്ചു. അദ്ദേഹത്തിന് സംസ്ഥാനതല ബെസ്റ്റ് ടീച്ചർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന കുരിശിങ്ങൽ ശ്രീ KA എബ്രഹാം സർ, അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയിരുന്നു. പിന്നീട് വന്ന K. പോൾ സാർ, അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നീട് ശ്രീമതി MP മേരി ടീച്ചർ. ഈ 5 പ്രധാന അധ്യാപകരുടെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ ഗുരുമഹിമ പ്രോജക്റ്റ് ഓഡിറ്റോറിയം നവീകരിച്ച് നിർമ്മിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. പലതരത്തിലുള്ള അംഗത്വമെടുത്തും ഡൊണേഷനും എടുത്തും നമുക്കതിൽ പങ്കുചേരാം. അപ്പോൾ കൂടുതലായി നിങ്ങൾ ഈ രാജാസിൽ ചേർന്ന് നമ്മുടെ ഈ വിദ്യാലയവുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികളായ എൻ്റെ സുഹൃത്തുക്കളെയും പൂർവ്വ അധ്യാർത്ഥികളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.